ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പരിസര പഠനമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ ഓൺ എക്സാം ഒക്കെ ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഓൺ എക്സാമിന്റെ നമ്മുടെ ക്വാർട്ടർലി എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ്, നമ്മുടെ പരിസര പഠനം സബ്ജക്റ്റിലെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാ 3ാം ക്ലാസ്സിലെ കൂട്ടുകാരും ഫസ്റ്റ് യൂണിറ്റിന്റെയും രണ്ടാമത്തെ യൂണിറ്റ് ഒക്കെ പഠിച്ചു കാണുമല്ലോ. നമ്മുടെ എക്സാമിന് ഉണ്ടാവുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക നമ്മുടെ ഒന്നാമത്തെ പരിസര പഠനത്തിന്റെ ഫസ്റ്റും സെക്കൻഡും ചാപ്റ്ററിനായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരിക. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിന്റെ ക്ലാസ്സിൽ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. നമ്മൾ പരിസര പഠനത്തിന്റെ ഫുൾ ചാപ്റ്റേഴ്സിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ. പരിസര പഠനം അതിലെ ഒന്നാമത്തെ പ്രവർത്തനം. ഓക്കെ, നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം, ചെടിയുടെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ചെടിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ പേരെന്താ എന്നെല്ലാം പഠിച്ചതല്ലേ. അപ്പൊ വേഗം പറഞ്ഞേ. നമ്മളിവിടെ ചെടിയുടെ ചിത്രം തന്നിട്ടുണ്ട്. ഇതുപോലെ എക്സാമിന് ചിലപ്പോൾ ചോദിക്കും, എന്തായിരിക്കും ഒരു ചെടിയുടെ ചിത്രം തന്നിട്ട് അതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിരിക്കും ചോദിക്കുക. അപ്പൊ വേഗം പറയൂ, നമ്മുടെ ഇവിടെ ചിത്രങ്ങൾ ഓരോ ഭാഗങ്ങൾ ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഏതാണ് ഫസ്റ്റത്തെ ഏത് ഭാഗമാണ് ചെടിയുടെ? അതെ, പൂവ്, പിന്നെ ഇല, അടുത്തത് എന്താ? കായ്, പിന്നെ തണ്ട്, വേര്. ഈ ഓരോ ഭാഗങ്ങളുടെയും എന്താണ്, ഓരോ ഭാഗങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇലയുടെ ധർമ്മം എന്താണ്, തണ്ട് എന്തിനാണ്, വേരെന്തിനാണ്, ഇതെല്ലാം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കുക. അപ്പൊ ഇവിടെ പൂവുണ്ട്, ഇല, കായ്, തണ്ട്, വേര്. ഓക്കെ, അപ്പൊ ഇതിൽ ചെടിയിലെ എല്ലാ ചെടികൾക്കും പൂവും കായും ഉണ്ടാവുമോ? ഇല്ല അല്ലെ. ചില ചെടികൾക്ക് മാത്രമാണ് പൂവും അതുപോലെ കായും ഉണ്ടാവുക. എല്ലാ ചെടിയിലും കാണുന്ന പൊതുവായിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇല, തണ്ട്, വേര്. അപ്പൊ എല്ലാവരും പഠിച്ചല്ലോ ചെടിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാന്ന്. നമ്മൾ എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉത്തരം എഴുതാൻ കിട്ടില്ലേ. നമുക്കിനി അടുത്ത പ്രവർത്തനം എന്താ നോക്കിയാലോ. നെക്സ്റ്റ് പ്രവർത്തനം 2, ഓഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിങ്ങനെ 3ആയി ചെടികളെ തരംതിരിക്കാം. അപ്പൊ എന്താ ഓഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. നമ്മള് ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു എന്താണ് ഓഷധി, ഓഷധിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാ, ഓഷധിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ, കുറ്റിച്ചെടിയുടെ പ്രത്യേകത എന്തൊക്കെയാന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ചെടികളെ നമ്മൾ 3ആയിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. അതായത് അതിന്റെ വലിപ്പം, അതിന്റെ എന്താണ് വലിപ്പത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഓഷധികള്, പിന്നെ കുറ്റിച്ചെടികള്, മരങ്ങള്. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് ചെടികളുടെ പേരാണ് ഇവിടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ചെടികളെ ഗ്രൂപ്പ് ആക്കുക, അതായത് തരം തിരിച്ചെഴുതുക. ഓഷധികൾ ഏതൊക്കെയാ, കുറ്റിച്ചെടികൾ ഏതൊക്കെയാണ്, മരങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ. വേഗം എല്ലാ ചെടികളും പേരുകളും നോക്കി കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞത്, ഏതൊക്കെയാണ് ഓഷധികൾ, ഏതൊക്കെയാ കുറ്റിച്ചെടികൾ എന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പൊ ഉത്തരം ഇത് തന്നെയാണോ നോക്കൂ, ഓഷധികൾ. ഇത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ചെടികൾ ഏതൊക്കെയാ? ചെമ്പരത്തി, ആൽമരം, തെച്ചി, തുളസി, റോസ്, ചീര, തുമ്പ, മുല്ല, തെങ്ങ്, മുക്കുറ്റി, മാവ്, പ്ലാവ്. ഓക്കെ, അപ്പൊ നമുക്ക് ചില കൂട്ടുകാർ തെറ്റിക്കുന്നത് എവിടെയായിരിക്കും? മരങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ ചിലപ്പോൾ ആൽമരം എന്നൊക്കെ പറയുമ്പോൾ അത് മരമാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തെങ്ങ്, പ്ലാവ്, മാവ്, ഇതൊക്കെ മരങ്ങളാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. കൂടുതലും തെറ്റ് വരുത്തുന്നത് എവിടെയായിരിക്കും? ഓഷധികളും കുറ്റിച്ചെടികളും ആണ് മാറി മാറി എഴുതി പോവുക. ഓഷധികളിൽ കുറ്റിച്ചെടികൾ എഴുതുന്നു, കുറ്റിച്ചെടികളിൽ ഓഷധി എഴുതുന്നു, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? തെറ്റിപ്പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഓഷധികളിലും കുറ്റിച്ചെടികളിലും പ്രത്യേകതകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഇതിന് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഓഷധികളിൽ ഇവിടെ എന്തൊക്കെ ഉൾപ്പെടും? ചീര, തുമ്പ, തുളസി, മുക്കുറ്റി അല്ലെ. കുറ്റിച്ചെടികൾ എന്തൊക്കെയാ? അതായത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ? ഓഷധികൾ എന്ന് പറയുന്ന സമയത്ത് കുറ്റിച്ചെടികളെക്കാട്ടിലും അതിന്റെ തണ്ട്, ഓഷധികളുടെ തണ്ട് എങ്ങനെയാ? വളരെ നേർത്തതായിരിക്കും, ഒന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിരിക്കും ഓഷധികളുടെ തണ്ട് എന്ന് പറഞ്ഞാൽ. കുറ്റിച്ചെടികളുടെ തണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്ന ഒരു തണ്ടായിരിക്കില്ല. തണ്ടിന് കനം ഉണ്ടാവും, കട്ടി ഉണ്ടാവും കുറ്റിച്ചെടികളുടെ എന്ന് പറയുന്നത്. അപ്പൊ ഓഷധികൾ നമ്മൾ ചീരയും തുമ്പയൊക്കെ പറഞ്ഞു. കുറ്റിച്ചെടികൾ ഏതൊക്കെയാണ് ഇവിടെ? ചെമ്പരത്തി ഉണ്ട്, അതുപോലെ മുല്ല, പിന്നെയോ റോസ് ഉണ്ട്, റോസ്, തെച്ചി. ഇതൊക്കെ കുറ്റിച്ചെടികളുടെ ഗണത്തിലാണ് നമ്മൾ പെടുത്തുക. പിന്നെ മരങ്ങൾ ഇവിടെ തന്നതിൽ മരങ്ങൾ മാവ്, ആൽമരം, പ്ലാവ്, തെങ്ങ്. അപ്പൊ മനസ്സിലായല്ലോ ഓഷധികൾ. ഇതുപോലെ എക്സാമിന് കുറച്ച് ചെടികളുടെ തരം തിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 2 ഓഷധികൾ എഴുതൂ, കുറ്റിച്ചെടികൾ എഴുതൂ, മരങ്ങൾ എഴുതൂ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കിട്ടില്ലേ. നെക്സ്റ്റ് പ്രവർത്തനം 3.
നടുന്ന ഭാഗം അനുസരിച്ച് ചെടികളെ തരം തിരിച്ചെഴുതുക. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു എല്ലാ ചെടികളും നടാൻ ഉപയോഗിക്കുന്ന ഭാഗം, എല്ലാ ചെടികളുടെയും നടാൻ ഉപയോഗിക്കുന്ന ഭാഗം ഒന്നല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഇപ്പൊ ചിലതിന്റെ വിത്തായിരിക്കും നമ്മൾ നടാൻ ഉപയോഗിക്കുക, ചിലതിന്റെയോ തണ്ടായിരിക്കും, ചിലതിന്റെ ഇലയായിരിക്കും, വേരായിരിക്കും. അപ്പൊ അങ്ങനെ നടാൻ ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ വ്യത്യസ്തമായിരിക്കും, എല്ലാ ചെടികൾക്കും ഒന്നല്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ചെടികളുടെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം, അത് നടുന്ന ഭാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് തരം തിരിക്കേണ്ടത്. അപ്പൊ ചിലതിന്റെ വിത്താണെങ്കിൽ വിത്ത് നടുന്ന ചെടികൾ ഏതൊക്കെയാ, അത് തണ്ടാണെങ്കിൽ തണ്ട് നട്ട് ഉണ്ടാവുന്ന ചെടികൾ ഏതൊക്കെയാണ്, വേരാണെങ്കിൽ വേര്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ തരം തിരിക്കുക. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് നോക്കാം ഉത്തരം. ഇവിടെ ഏതൊക്കെ തന്നിരിക്കുന്നത്, കടപ്ലാവ്, ചെത്തി, നിശാഗന്ധി, മത്തൻ, മുല്ല, മാവ്, ചെമ്പരത്തി, റോസ്. ഇതില് വിത്തിൽ നിന്നും വിത്ത് നടുന്ന ചെടികൾ ഏതൊക്കെയാ, മത്തനും മാവാണ്. മാവ്. ഇതിന് കൂടാതെ 2 എക്സാമ്പിൾ ആണ് നമ്മളിവിടെ ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത്, പയറ്, ചെണ്ടുമല്ലി. അടുത്തത് വേര്. വേരിലൂടെ നമ്മൾ വേര് നടാൻ ഉപയോഗിക്കുന്ന ചെടികളാണ് കടപ്ലാവ്, കറിവേപ്പില എന്ന് പറയും. പിന്നെ കാണ്ടം എന്ന് വെച്ചാൽ തണ്ട് നടാൻ ഉപയോഗിക്കുന്ന ചെത്തി, ചെമ്പരത്തി, റോസ്, മുല്ലയൊക്കെ നമ്മൾ തണ്ട് മുറിച്ചാണ് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത് അല്ലെ. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. പിന്നെ ഇല നടാൻ ഉപയോഗിക്കുന്നതാണ്, പിന്നെ തെറ്റിക്കാൻ ഒരു ചാൻസ് വരുന്നത് നിശാഗന്ധിയാണ്. അതുപോലെ വേറൊരു എക്സാമ്പിൾ പറയുന്നത് ഇലമുളച്ചി. ഇതൊക്കെ നമ്മൾ എന്താണ്, ഇലയാണ്, ആ ചെടിയുടെ ഇലഭാഗമാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ ചെടികളെ അതിന്റെ നടുന്ന ഭാഗത്തിനനുസരിച്ച് തരംതിരിക്കാൻ അറിയണം. ഓക്കെ, നെക്സ്റ്റ് പ്രവർത്തനം 4, സസ്യങ്ങൾ കൊണ്ടുള്ള 3 പ്രയോജനങ്ങൾ എഴുതുക. സസ്യങ്ങൾ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ട് അല്ലെ. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഒത്തിരി പ്രയോജനങ്ങൾ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ചോദിക്കാം. സസ്യങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. നമുക്ക് ഏതെങ്കിലും 3 കാര്യങ്ങൾ എഴുതുമെന്ന് പറയുമ്പോൾ ഇവിടെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. തണൽ നൽകുന്നു, ശുദ്ധമായ വായു നൽകുന്നു, മണ്ണൊലിപ്പ് തടയുന്നു, ഭക്ഷണം നൽകുന്നു. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം ഓർത്തെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു 3 പ്രയോജനങ്ങൾ പഠിച്ചു വെക്കുക. എന്തൊക്കെ പ്രയോജനം കിട്ടുന്നത് സസ്യങ്ങളിൽ നിന്നും, തണല്, ശുദ്ധമായ വായു, ഭക്ഷണം, ഇതൊക്കെ സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ്. അടുത്തത് 5ാമത്തെ പ്രവർത്തനം, സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ പട്ടികപ്പെടുത്തുക. നമ്മൾ 2ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. പല തരത്തിലുള്ള ജീവികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ജീവികളുടെ സഞ്ചാര രീതിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാ ജീവികളുടെ സഞ്ചാര രീതിയും ഒന്ന് തന്നെയാണോ? അല്ല. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ മീനിനെയും പശുവിനെയും പറയാം. മീൻ എന്ന് പറയുന്ന ജീവി എങ്ങനെയാണ്, മീന് നീന്തും അല്ലെ, പക്ഷെ പശു നീന്തുവോ? ഇല്ല. പശു നടക്കുന്ന ജീവിയാണ്, നടക്കും. മീൻ നടക്കുവോ? ഇല്ല. അപ്പൊ അങ്ങനെ ഓരോ ജീവികൾക്കും എന്തുണ്ടാവും, വ്യത്യസ്തമായ സഞ്ചാര രീതികളുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ കുറച്ച് ജീവികളുടെ പേര് തന്നിട്ടുണ്ട്. അതിന് എന്ത് ചെയ്യണം, ആ ജീവികളുടെ സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ അതിനെ പട്ടികപ്പെടുത്തണം. അപ്പൊ ഇവിടെ നോക്കൂ, പട്ടികപ്പെടുത്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ടേബിളിലെ എന്തൊക്കെയാണ് ആ പട്ടികയിലെ ഓരോ കോളത്തിലുള്ള ഹെഡിങ് എന്താണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ജീവികളെ പട്ടികപ്പെടുത്തേണ്ടത് നമുക്ക് അറിയില്ല. അതായത് ഏതൊക്കെ സഞ്ചാര രീതികൾ എന്ന് അറിയണം, എന്നാലല്ലേ നമുക്ക് ഇതിന് പട്ടികപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ് സഞ്ചാര രീതികൾ എന്ന് പറഞ്ഞേ. ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ ടേബിള്. നടക്കുന്നവ, പറക്കുന്നവ 2 സഞ്ചാര രീതിയാണ് അല്ലെ. പിന്നെ 2 സഞ്ചാര രീതികൾ നമ്മൾ ഇവിടെ എഴുതണം. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്, ഏതൊക്കെയാണ് വേറെ 2 സഞ്ചാര രീതികൾ, നടക്കുന്നവയും പറക്കുന്നവയും എഴുതിയിട്ടുണ്ട്. പിന്നെ 2 സഞ്ചാര രീതികൾ ഏതൊക്കെയാ, ഇഴയുന്നവ, പാമ്പെന്ന് പറയുന്നത് എന്താ, ഇഴയുന്നവയാണ്. മീനാണെങ്കിലോ നീന്തുന്നവ. ഓക്കെ, അപ്പൊ ഈ സഞ്ചാര രീതികൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നടക്കുന്നവ, ഇഴയുന്നവ, പറക്കുന്നവ, നീന്തുന്നവ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓരോന്നും ഏതാന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് വൺ മീനാണ്. മീൻ എന്ന് പറഞ്ഞാൽ ഏത് ഉൾപ്പെടുത്താൻ പറ്റും, പറക്കുന്നവയാണോ? അല്ല അല്ലെ, നീന്തുന്നവയാണ്. അപ്പൊ മീൻ നീന്തുന്നവയാണ്. പൂച്ച നടക്കുന്നവ, ഒച്ച് ഇഴയുന്നവ, വവ്വാൽ പറക്കുന്നവ, ആമ നീന്തുന്നവ, വണ്ട് പറക്കുന്നവ, പാമ്പ് ഇഴയുന്നവ, പിന്നെ പശു നടക്കുന്നവ, ആട് നടക്കുന്നവ, അരണ ഇഴയുന്നവയാണ്, തത്തയോ പറക്കുന്നവ, മുതല നീന്തുന്നവ. കണ്ടോ? അപ്പൊ ഓരോ ജീവികളുടെയും സഞ്ചാര രീതി നമുക്ക് അറിയണം. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെന്ത് ചെയ്യാൻ അറിയണം, തരം തിരിക്കാനും അറിയണം. എല്ലാവർക്കും മനസ്സിലായല്ലോ, ജീവികളുടെ സഞ്ചാര രീതിയെ കുറിച്ച് മനസ്സിലായില്ലേ. നെക്സ്റ്റ് പ്രവർത്തനം 6, ആഹാര രീതിയുടെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കുക. അതിന് നമ്മുടെ സഞ്ചാര രീതി വ്യത്യസ്തമാണ്, അതായത് ജീവികളുടെ സഞ്ചാര രീതി വ്യത്യസ്തമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ വ്യത്യസ്തമാണ് ആഹാര രീതി എന്ന് പറയുന്നത്. എല്ലാ ജീവികളുടെ ആഹാര രീതിയും ഒന്നല്ല. അപ്പൊ ഓരോ ജീവികള് ഓരോ രീതിയാണ്. ചില ജീവികൾ എന്താ, പുല്ലും ചെടിയും ചെടിയുടെ ഭാഗങ്ങൾ മാത്രം കഴിക്കുന്നവയായിരിക്കും. മറ്റു ചില ജീവികൾ എങ്ങനെയാണ്, മാംസാഹാരം മാത്രം കഴിക്കുന്നവയായിരിക്കും.
കഴിക്കുന്നവയായിരിക്കും. മാംസം മാത്രം കഴിക്കുന്ന ജീവികളും ഉണ്ട്. ഇത് രണ്ടും കഴിക്കുന്ന ജീവികളും ഉണ്ട്. അതായത് ചെടികളും മാംസവും കഴിക്കുന്ന ജീവികളും ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ആഹാര രീതി അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തേണ്ടത്. അപ്പൊ ആഹാര രീതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് പറയാൻ പറ്റുക? സസ്യാഹാരികൾ, സസ്യം മാത്രം കഴിക്കുന്നവ, അതായത് ചെടികള്, പുല്ല് അതൊക്കെ മാത്രം കഴിക്കുന്നവ സസ്യാഹാരികൾ. പിന്നെയോ മാംസം മാത്രം കഴിക്കുന്നവ മാംസാഹാരികൾ. അതായത് മാംസം മാത്രം കഴിക്കുകയാണ് കേട്ടോ, സസ്യം കഴിക്കില്ല, മാംസം മാത്രം കഴിക്കുന്ന, സിംഹമൊക്കെ ഓർത്ത് വെച്ചാൽ മതി, മാംസാഹാരികൾ പറയും. ഇത് രണ്ടും കഴിക്കുന്നവ എന്തിൽ ഉൾപ്പെടുത്താൻ പറ്റും? മിശ്രഹാരികൾ എന്ന് പറയും. അത് രണ്ടും കഴിക്കും. അതാണ് നമ്മുടെ കാക്കയ്ക്ക് ഉദാഹരണമാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കോളം നോക്കാം. സസ്യാഹാരികൾ എന്തൊക്കെയാണ്? പശു അല്ലെ, അതായത് നമ്മുടെ ചെടി മാത്രം കഴിക്കുന്ന, ചെടിയല്ല നമ്മുടെ സസ്യം മാത്രം കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാ? പശു വരും. പിന്നെ ഏതൊക്കെ വരും? കുതിര, മുയൽ, ജിറാഫ്, മാൻ, ആട്, ആന, അതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. പിന്നെയോ അടുത്ത മാംസാഹാരികളുടെ ഉദാഹരണം ഇവിടെ സിംഹം എഴുതിയിട്ടുണ്ട്, സിംഹം. പിന്നെ എന്തൊക്കെ എഴുതാൻ പറ്റും? കുറുക്കൻ, പുലി, നായ, പൂച്ച, കടുവ, മുതല, ഇതെല്ലാം മാംസാഹാരികളാണ്. അടുത്ത മിശ്രഹാരികൾ വെച്ചാൽ കാക്കയാണ് എഴുതിയിരിക്കുന്നത്, രണ്ടും കഴിക്കുന്നവ. പിന്നെ കോഴി, മനുഷ്യർ, താറാവ്, ഉറുമ്പ്, പന്നി, എലി, ഇതെല്ലാം മിശ്രഹാരികളിൽ ഉൾപ്പെടുന്നവയാണ്. ഏതെങ്കിലും കുറച്ച് ജീവികളെ ഓർത്ത് വെക്കണം. അപ്പൊ ഇതുപോലെ നമുക്ക് മൂന്നായിട്ട് തരം തിരിച്ചെഴുതാൻ ചോദിക്കും. രണ്ടും കഴിക്കുന്നവർ പറയുന്ന പേരെന്താണെന്നും ചോദിക്കും. മിശ്രഹാരികൾ എന്നാണ് പറയുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രവർത്തനം എന്താന്ന് നോക്കാം. പ്രവർത്തനം 7. ഓരോ ഇത് എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? എന്താ? നിങ്ങൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. പൂമ്പാറ്റ, എങ്ങനെയാണ് പൂമ്പാറ്റ ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ ചിത്രത്തിലൂടെ കാണിക്കുന്നത് അല്ലെ. അപ്പോൾ പൂമ്പാറ്റയുടെ ജീവിത ചക്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഓരോ ഘട്ടത്തിന്റെയും പേര് എഴുതുക, അതായത് ഓരോ സ്റ്റേജിന്റെയും പേരാണ് എഴുതുന്നത്. ഇവിടെ കോളങ്ങൾ കണ്ടോ? ഫസ്റ്റ് ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ പൂമ്പാറ്റ ആദ്യം എവിടെ നിന്നാണ് ഏതിനുള്ളിൽ വരുന്നത്? ഒരു മുട്ടയുടെ ഉള്ളിൽ നിന്നല്ലേ വരിക. അപ്പൊ ആദ്യം തുടങ്ങുന്നത് എവിടെന്നാ? ഒരു മുട്ട അല്ലെ, മുട്ടയിൽ നിന്നാണ്. അപ്പൊ ഇതിന്റെ ഈ സ്റ്റേജിന്റെ പേരെന്താ? മുട്ട. അടുത്തത് ഈ മുട്ടന്റെ ഉള്ളിൽ നിന്ന് ആര് പുറത്തു വരുന്നു? ഒരു പുഴു പുറത്തു വരും അല്ലെ. അതിന് നമ്മൾ പറയാ പുഴു എന്നല്ല പറയാ, ഒരു പേരുണ്ട്. ആ പേരാണ് എന്ത്? ലാർവ. അതിന് പറഞ്ഞ പേരാണ് ലാർവ. ഓക്കെ, ലാർവയുടെ ഉള്ളിൽ നിന്നും ലാർവ കഴിഞ്ഞാൽ അടുത്തത് പൂമ്പാറ്റ എന്തായി മാറുന്നു? പ്യൂപ്പയായിട്ട് മാറുന്നു. ഓക്കെ, അതായത് മുട്ടയുടെ അകത്തുനിന്ന് ആര് പുറത്തു വരുന്നു? ലാർവ വരുന്നു. ലാർവ കഴിഞ്ഞാൽ പ്യൂപ്പ കഴിഞ്ഞാൽ ആരായി മാറും? പൂമ്പാറ്റയായിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ ഇതാണ് ഒരു നമ്മുടെ പൂമ്പാറ്റയുടെ ജീവിത ചക്രം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറയും? ഇതുപോലെ ചിത്രം തന്നിട്ട് ഇതുപോലെ എഴുതാൻ ചോദിക്കും. അല്ലെങ്കിൽ ചിത്രം ഇല്ലെങ്കിൽ പൂമ്പാറ്റയുടെ ജീവിത ചക്രം എഴുതുന്നു പറഞ്ഞാൽ ആദ്യം എന്ത് എഴുതുക? മുട്ട, അത് കഴിഞ്ഞാൽ ലാർവ കഴിഞ്ഞാൽ പ്യൂപ്പ കഴിഞ്ഞാൽ അവസാനം പൂമ്പാറ്റ. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിച്ചില്ലേ പൂമ്പാറ്റയുടെ ജീവിത ചക്രം? അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം അല്ലെ. അടുത്ത പ്രവർത്തനം ഏതാന്ന് നോക്കാം. പ്രവർത്തനം 8. പ്രവർത്തനം 8 നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 12 ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് വളരെ ചെറിയ ഉത്തരങ്ങൾ വരുന്ന, വൺ വേർഡ്, ചെറിയ ഉത്തരങ്ങൾ വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം, 2 ജലസസ്യങ്ങളുടെ പേരെഴുതുക. 2, വിത്തിൽ നിന്നും ആദ്യം മുളച്ചു വരുന്നത് ഏത് ഭാഗമായിരിക്കും? മൂന്നാമത്തെ ചോദ്യം, ഏത് ഭാഗമാണ് സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത്? 4, ഏത് ഭാഗമാണ് മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നത്? 5, ഏത് ഭാഗമാണ് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത്? അപ്പൊ ഇനി നമുക്ക് ഉത്തരങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് 2 ചാപ്റ്റർ നമ്മൾ പഠിച്ചവരാണ് അല്ലെ, പഠിച്ച ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഒന്നാമത്തിന്റെ ഉത്തരം നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നതാണ്, ഫസ്റ്റത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. 2 ജലസസ്യങ്ങളുടെ പേരെഴുതുക. ജലസസ്യം എന്താണ്? ജലസസ്യം വെച്ചാൽ എന്താ? വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾ അല്ലെ. അപ്പൊ 2 ജലസസ്യങ്ങളുടെ പേരെഴുതുക. ഏതൊക്കെ നമുക്ക് എഴുതാം? ഒന്ന് ഓർത്ത് നോക്കിക്കേ. വേഗം നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരുന്ന 2 ജലസസ്യങ്ങളുടെ പേര് പറയൂ. ഏതൊക്കെയാ? താമര, ആമ്പൽ അല്ലെ. പെട്ടെന്ന് ജലസസ്യം നമുക്ക് ഓർമ്മയിൽ വരുന്ന 2 ചെടികളാണ് അല്ലെ, 2 സസ്യങ്ങളാണ് താമരയും ആമ്പലും. അടുത്ത ചോദ്യം, വിത്തിൽ നിന്നും ആദ്യം മുളച്ചു വരുന്നത് ഏത് ഭാഗമായിരിക്കും? ഇത് കൂടുതലും ആൾക്കാർ തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. കൂടുതലും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. വിത്തിൽ നിന്നും ആദ്യം മുളച്ചു വരുന്ന ഏത് ഭാഗമായിരിക്കും ചോദിച്ചാൽ വേഗം ഏത് ഉത്തരം എഴുതും? തണ്ടെന്ന് എഴുതും. ഓക്കെ, തണ്ട് അല്ലെങ്കിൽ കാണ്ഡം എന്ന് എഴുതും. പക്ഷെ അത് തെറ്റാണ്, അങ്ങനെ എഴുതരുത്. വിത്തിൽ നിന്നും ഫസ്റ്റ് വിത്ത് മുളച്ചു വരുന്നൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും. അതായത് അതിന് ആദ്യമായിട്ട് ഒരു വൈറ്റ് കളർ, വെള്ള കളർ ഭാഗം പുറത്തു വരും. അത് അതിന്റെ അതായത് ആ ചെടിയുടെ തണ്ടല്ലാതെ അത് വേരാണ്. വിത്തിൽ നിന്നും ആദ്യം മുളച്ചു വരുന്നത് ഏത് ഭാഗമാണ്? ചെടിയുടെ ഏത് ഭാഗമാണ്? വേരാണ്, വേര്. ഏത് ഭാഗം? മൂന്നാമത്തെ ചോദ്യം, ഏത് ഭാഗമാണ് സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത്? നമ്മൾ സസ്യത്തിനുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ ഏത് ഭാഗമാണ് സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കുന്നത്? ഏത് ഭാഗമാണ്?
ഇല. ഇലയിലാണ് സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കുന്നത്. അടുത്ത 4ാമത്തെ ചോദ്യം, ഏത് ഭാഗമാണ് മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നത്? അതായത് സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ജലവും പോഷകങ്ങളൊക്കെ മണ്ണിൽ ഇലയിലേക്ക് എത്തണം അല്ലെ. നമ്മൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നത് ആരാണ്? അടുത്ത് തെറ്റിക്കുന്ന ചോദ്യമാണിത്. മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പെട്ടെന്ന് ഇവിടെ കയറി തണ്ട് എഴുതും. പക്ഷെ അതല്ല ഉത്തരം. എന്താണ്? വേര് തന്നെയാണ്. അത് നമ്മൾ മണ്ണിൽ നിന്നും ജലവും പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത് വേരാണ്. അതിനുശേഷം അവിടെ നിന്ന് അത് എവിടേക്ക് എത്തിക്കുന്നത്? ഇലയിലേക്ക് എത്തിക്കുന്നത് ആരാ? തണ്ടാണ്. ഓക്കെ. അടുത്തത്, ഏത് ഭാഗമാണ് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത്? ഉത്തരം എന്താ? വേര്. നെക്സ്റ്റ്, 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ചെടി ഏത്? 7ാമത്തെ ചോദ്യം, ഒരു നിറത്തിൽ മാത്രം പൂക്കളുള്ള 2 ചെടികളുടെ പേര് എഴുതുക. 8, ഏതെങ്കിലും 2 കടൽ ജീവികളുടെ പേരെഴുതൂ. 9ാമത്തെ ചോദ്യം, ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി. 10, കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ചിത്രശലഭം. 11, ഏറ്റവും ചെറിയ ചിത്രശലഭം. 12, കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന അപൂർവ ഇനം ചെടി നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ചിത്രത്തോട് കൂടിയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന വളരെ അപൂർവ ഇനമായിട്ടുള്ള ചെടി നമ്മുടെ കേരളത്തിലുണ്ട് അല്ലെ. ഏതാണ് ആ ചെടി? എന്താ ചെടിയുടെ പേരെന്താ? ആ ചെടിയുടെ പേര് നീലക്കുറിഞ്ഞി എന്നാണ് ആ ചെടിയുടെ പേര്. ഓക്കെ, നീലക്കുറിഞ്ഞി എന്നാണ് ആ ചെടിയുടെ പേര്. നെക്സ്റ്റ്, ഒരു നിറത്തിൽ മാത്രം പൂക്കളുള്ള 2 ചെടികളുടെ പേര് എഴുതുക. ഒരു നിറത്തിൽ നമ്മൾ പറഞ്ഞ പൂക്കൾ എല്ലാ ചെടികളും പൂക്കുന്ന ചെടികളല്ല. പൂക്കളുള്ള ചെടികൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് അറിയാം അല്ലെ. അപ്പൊ അതിൽ തന്നെ ഒരുപാട് നിറത്തിൽ, പല നിറത്തിൽ പൂക്കളുള്ള ചെടികളുണ്ട്. എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ എന്ത് പറയാം? ഉദാഹരണം, നമ്മുടെ റോസ് ചെടിയിൽ പലതരത്തിൽ നിറങ്ങളുള്ള റോസ് പൂക്കൾ നിങ്ങൾ കണ്ടു കാണും. ചുവപ്പുണ്ട്, റോസ് കളർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താണ്, മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്, അങ്ങനെ പല നിറത്തിൽ റോസ് പൂക്കളുണ്ട്. ചെമ്പരത്തിയൊക്കെ അല്ലെ. പക്ഷെ ഒരു നിറത്തിൽ മാത്രം പൂക്കളുള്ള ചെടികളും ഉണ്ട്. എക്സാമ്പിൾ ഏതൊക്കെയാ? മുല്ല, കണിക്കൊന്ന അല്ലെ. മുല്ലയും കണിക്കൊന്നയും ആ ഒരൊറ്റ നിറത്തിൽ മാത്രമല്ലേ കാണാൻ കഴിയുള്ളൂ. അതാണ് നമ്മുടെ ചോദ്യവും. അടുത്ത 8ാമത്തെ ചോദ്യം, ഏതെങ്കിലും 2 കടൽ ജീവികളുടെ പേരെഴുതൂ. ഏതെങ്കിലും കുറെ കടൽ ജീവികളെ കുറിച്ചൊക്കെ, പുതിയ കടൽ ജീവി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന, സാധാരണ അറിയുന്നത് എന്തൊക്കെയാ? മീൻ, ആമ, ഇതൊക്കെയാണ് അല്ലെ. പക്ഷെ അതിലപ്പുറം വേറെ കുറെ കടൽ ജീവികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ 2 കടൽ ജീവികളുടെ പേരെഴുതാനാണ് ഇവിടെ പറയേണ്ടത്. ഏതൊക്കെ നമ്മൾ എഴുതിയിരിക്കുന്നത്? കടൽ കുതിരയും കടൽ പശു. അടുത്തത് 9ാമത്തെ ചോദ്യം, ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? നീലത്തിമിംഗലം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നീലത്തിമിംഗലത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിന്റെ പിക്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ കേരളത്തിലല്ല, ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി നീലത്തിമിംഗലം. അടുത്ത ചോദ്യം, കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ചിത്രശലഭം നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ചിത്രശലഭം ഏതാ? ഗരുഡശലഭം. അപ്പൊ ചിത്രശലഭത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ എക്സാമിന് ചോദിക്കാം. ഈ അവസാനത്തെ 3 ചോദ്യം ചിത്രശലഭവുമായി ബന്ധപ്പെട്ടതാണ്, പൂമ്പാറ്റയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ചിത്രശലഭം വെച്ചാൽ പൂമ്പാറ്റ. ഇത് 3 ചോദ്യം ചിത്രശലഭവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന, ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടു കാണും, ഏതെങ്കിലും നമ്മുടെ പൂമ്പാറ്റകളിലേക്ക് ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ചിത്രശലഭം എന്ന് പറയുന്നത് ഗരുഡശലഭമാണ്. അതേപോലെ കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ ചിത്രശലഭം ഏതാ? രത്നനീലിയാണ് കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ ചിത്രശലഭം. അതുപോലെ കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം, കേരളത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ബട്ടർഫ്ലൈ, കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ഏതാ? ബുദ്ധമയൂരി. അപ്പൊ ഇത് മറക്കരുത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഗരുഡശലഭം, ഏറ്റവും ചെറിയ ശലഭം ഏതാ? ചിത്രശലഭം ഏതാ? രത്നനീലി. നമ്മുടെ ഔദ്യോഗിക ശലഭം, നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ഏതാ? ബുദ്ധമയൂരി. അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ 2 യൂണിറ്റ് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. 2 യൂണിറ്റിലുമുള്ള 2 പാഠത്തിൽ നമ്മൾ ഫസ്റ്റത്തെ 2 പാഠത്തിനായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ, നമ്മുടെ ഓൺ എക്സാമിന് കൂടുതൽ ചോദ്യങ്ങൾ അതിനാണ് വരിക. നമ്മൾ ആ 2 യൂണിറ്റിലും ഏകദേശമുള്ള നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാം നന്നായി പഠിക്കുക. അതുപോലെ നമ്മുടെ 2 യൂണിറ്റിന്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. അതേപോലെ എന്ത് ചെയ്യുക? ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.